ഹോലാ അമിഗോസ്, എൻ്റെ പേര് സോന എന്നാണ്. വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോയിരുന്നു. ഒരുപാട് വർഷം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. ഇത് ഞങ്ങൾ ലാസ്റ്റ് താമസിച്ച വീടാണ്. ഈ വീടുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ അമ്മമ്മ ഞങ്ങൾ അപ്പം തന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഞങ്ങൾ അവരുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച വീട് ആ നേരെ കണ്ടതാട്ടോ. പിന്നെ ഞങ്ങൾ ടെറസിൽ പോയിട്ട് കുറച്ച് നൊസ്റ്റാൾജിയും ഓർമ്മകളൊക്കെ ആയവരുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അവരുമായിട്ട് ഭയങ്കര ഒരു അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പോയി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ലാൻഡ് ലോഡാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയിരുന്ന ഒരു പാർക്കിലേക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ വഴിയിൽ പപ്പീസൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കഥ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്താണ് വന്നത്. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റും അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ പാർക്കിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം നടക്കാനും പിന്നീട് ഓടാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ എനിക്ക് കുറേ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ആയിരുന്നു കേട്ടോ, ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോണത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയാളി ഷോപ്പിലേക്കാണ്. ആ മലയാളി ഷോപ്പ് ഇപ്പോൾ അവിടെ ഇല്ല, അവിടെ കന്നഡക്കാസ് ഏറ്റെടുത്തു. പിന്നെ അത് ഞാൻ പോയിക്കൊണ്ടിരുന്ന പാർലറാണ്, ഹെയർ സ്പീക്ക്. ഈ വഴിയിലൊക്കെ ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സസ് അവിടെയായിരുന്നു. ലോട്ട്സ് ഓഫ് മെമ്മറീസ്. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്ന അവിടുത്തെ സെൻട്രൽ സ്ക്വയർ മാളാണ്. പിന്നെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ടെക്സസ് മാർട്ടിൽ വരുന്നത്. നമ്മുടെ വെങ്കടേശ്വരി ഹോം കളക്ഷൻസ് ഒക്കെ പോലെ തന്നെ ഒരു കടയാണ്. ബട്ട് ഭയങ്കര വലുതാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റഫ് ഉണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ്. ബ്രാൻഡഡ് ഐറ്റംസ് ഭയങ്കര ചീപ്പായിട്ട്. ചെറിയ ബേബീസിൻ്റെയൊക്കെ ചില ഉടുപ്പുകൾ 149 വരെയൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്രാൻഡാകുമ്പോൾ കുറച്ച് റേറ്റ് ആകും. അല്ലാത്തതിനൊക്കെ കുറച്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയ്ക്കാട്ടോ മാക്സിമം പറഞ്ഞത്. ബട്ട് മെജോറിറ്റി സ്റ്റഫ് ഭയങ്കര ചീപ്പായിരുന്നു. ഹീൽസൊക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ കുഞ്ഞിക്കാലമാണ്, അപ്പോൾ എനിക്ക് യൂഷ്വലി ചപ്പൽ കിട്ടാറില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് 2 വാങ്ങിയിട്ടായിരുന്നു. പിന്നെ ലുക്ക് അറ്റ് ദാറ്റ് ക്യൂട്ടി പൈ ഫ്ലവർ പോട്ട്സ് 100-150 ഒക്കെ ഉള്ളൂ. പിന്നെ ചപ്പൽസ്, ഇത് ഗൈസിൻ്റെ സെക്ഷനാണ്. ഫ്ലിപ്പ് ഫ്ലോപ്സും ഷൂസും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് കുറച്ച് ലോങ് ആണ്, പുള്ളിക്കാരന് വലിയ സൈസ് വേണം. അപ്പോൾ ഹി വാസ് വെരി അപ്സെറ്റ്. പുള്ളിക്ക് ഷൂസ് കിട്ടിയില്ല, അപ്പോൾ അതിന് പകരം ഫ്ലിപ്പ് ഫ്ലോപ്സ് എടുത്തിട്ട് പോന്നു. ഇത് ഹോം എസെൻഷ്യൽസ് ആണ്, കർട്ടൻസ്, പിന്നെ പില്ലോ കവേഴ്സ്, അങ്ങനത്തെ സ്റ്റഫ്. പിന്നെ വീണ്ടും ഞങ്ങൾ ഷൂ സെക്ഷനിൽ വന്നു. ഇത് ഗേൾസിൻ്റെ ആണ് കേട്ടോ. ഫിലയുടെയൊക്കെ ഷൂസ് 1000 ബിലോന്ന് കിട്ടും ഗേൾസിന്. ഇത് ഡ്രസ് വെറിയുടെ ആണ്. ഞാൻ പണ്ട് വിഷ് ലിസ്റ്റിലിട്ടൊരു ഷൂ ആണ്. ഇപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ചപ്പൽസ് ആണ് ഈ പ്രാവശ്യം എടുത്തത്. ഇതാണ് സ്ഥലം, ടെക്സസ് മാർട്ട്. വലിയ സ്പേസ് ആട്ടോ. വെങ്കടേശ്വരനേക്കാളൊക്കെ വളരെ വലിയ സ്ഥലമാണ്. ലുക്ക് അറ്റ് ദാറ്റ് ഡ്രസ്സ്. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനം 250 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഗൈസിൻ്റെ സെക്ഷനാണ്. ബ്ലേസർ, ഷർട്ട്സ് എല്ലാം ബ്രാൻഡഡ് സ്റ്റഫാണ് ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ് ഷർട്ട്. നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട്സ് ഉണ്ട്, കുറച്ച് ഫങ്കി ആയിട്ടുള്ളതുണ്ട്. എല്ലാ ബ്രാൻഡഡ് സ്റ്റഫ് ഇവിടെ കിട്ടും. ഇത് ഞങ്ങൾ വാങ്ങിയ സ്റ്റഫാണ്. ഞങ്ങൾക്ക് വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടത് കൊണ്ട് ഓടി പിടിച്ചിട്ട് കിട്ടിയതൊക്കെ ഷോപ്പ് ചെയ്തു, എന്നിട്ട് ഇറങ്ങിപ്പോന്നു. അത് കിച്ചൺ മാറ്റ്സ് ആണ്, ചൂടുള്ള സാധനമൊക്കെ വെക്കുന്നത്. പിന്നെ പപ്പയ്ക്ക് മേടിച്ച കുറച്ച് ഷർട്ട്സൊക്കെ. ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു ലേക്കാണ്. പിന്നെ ഞങ്ങൾ പിസ്സ ബേക്കറിയിലാണ് പോയത്. എനിക്ക് പിസ്സ ബേക്കറിയിലെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത്. ഫുഡ് ഫ്രൈഡ് പിസ്സയാണ്. പിന്നെ അവിടെ താഴെ പാരീസ് പനീനിയും ഉണ്ടായിരുന്നു. പാരീസ് പനീനിയുടെ ഞാൻ അത്ര വലിയ ഫാനല്ല. ഐ ലൈക്ക് പിസ്സ ബെറ്റർ. അപ്പോൾ ഞങ്ങൾ പിസ്സ കഴിക്കാനാണ് പോയത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നമ്മൾ ബാംഗ്ലൂരുള്ളവർ വിചാരിക്കും നമ്മൾ എല്ലായിടത്തും പോകുന്നു. പക്ഷേ ഞങ്ങളെപ്പോലെ കുറേ മടിയന്മാരും ഉണ്ട്, ഒരിടത്തേക്കും പോവാതെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. MG റോട്ടിലുള്ള പിസ്സ ബേക്കറിയിൽ പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ പിസ്സ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പ്രോസസ്സൊക്കെ ഇതിനു മുമ്പ് യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഞാൻ അവിടെ കുറേ നേരം പോയി നിന്ന് അവരെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇടുന്നത്, എങ്ങനെയാണ് ഓരോന്നും കുക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മറ്റേ ടെക്സസ് ബാർബിക്യൂവിൻ്റെ കുറേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അലൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് ഫൺ വാച്ചിങ് ഇറ്റ്. ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ പേരാണ് നിഖിൽ ആൻഡ് AB ഗുപ്ത. റിയലി ഗുഡ് ജോബ്.
പിന്നെ അവരുടെ മെനുവിൽ പിസ്സ മാത്രമല്ല കേട്ടോ, വെറൈറ്റി ഓഫ് സ്റ്റഫ് ഉണ്ട്. ബട്ട് യാ, പിസ്സ ഈസ് ദ സ്പെഷ്യാലിറ്റി. ഞങ്ങളൊരു പിസ്സയും പിന്നെ ഒരു പാസ്തയുമാണ് ഓർഡർ ചെയ്തത്. Now look at that. ഇപ്പോൾ ഓർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ഫുള്ളൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിലിരുന്നും വീട്ടിൽ വന്നൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ബാക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് പാസ്ത ഞങ്ങൾ ഫിനിഷ് ചെയ്തു. പിസ്സ ഞങ്ങൾ പാക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ 1-2 പീസസേ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ വലുതാണ് ഓർഡർ ചെയ്തിരുന്നത്. ഞാൻ ബാംഗ്ലൂർ പോയി ഫുൾ ചീറ്റ് മീൽസ് ആയിരുന്നു. അതിൻ്റെ മുഖത്ത് എന്ത് കാണാനുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ മൈസൂർ വന്നു, ഒരു ചായയും കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാണ്. ഇത് മൈസൂർ റോഡാണ്, നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണ്, വയനാടേക്കുള്ളത്. ഇത് മൈസൂർ എയർപോർട്ടാണ് കേട്ടോ. വളരെ ചെറിയ എയർപോർട്ടാണ്. അതാണ് മൈസൂർ എയർപോർട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. വഴി നീളെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ആൻഡ് ഓൾസോ ഇതിൻ്റെ റിയൽ ബ്യൂട്ടി ഒന്നും ക്യാപ്ചർ ആയിട്ടില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.